വാർഷിക വിറ്റുവരവ് 1000 കോടി പിന്നിട്ട് കുതിച്ചുയർന്ന് കേരള വിഷൻ. ഡിജിറ്റൽ കേബിൾ ടി വി ബ്രോഡ്ബാൻഡ് സേവനദാതാക്കളായ കേരള വിഷൻ ഗ്രൂപ്പിന്റെ വിജയാഘോഷമായ ഗ്രാൻഡ് 1000 ജൂൺ 28-ന് കൊച്ചിയിൽ സംസ്ഥാന വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്യും. താജ് വിവാന്തിയിൽ നടക്കുന്ന ആഘോഷ പരിപാടികളിൽ കേരള വിഷന്റെ പ്രവർത്തനങ്ങളുമായി സഹകരിക്കുന്ന സംസ്ഥാനത്തിനകത്തും പുറത്തു നിന്നുമുള്ള 200-ൽ പരം കമ്പനികളുടെ പ്രതിനിധികൾ പങ്കെടുക്കും. ഡിജിറ്റൽ കേബിൾ ടി വി ബ്രോഡ്ബാൻഡ് സേവനദാതാക്കളായ കേരള വിഷൻ ഗ്രൂപ്പിന്റെ വാർഷിക വിറ്റുവരവ് 1000 കോടി രൂപ പിന്നിട്ടതിന്റെ അനുമോദന സമ്മേളനം ഗ്രാൻഡ് 1000 ജൂൺ 28-ന് കൊച്ചി താജ് വിവാന്തിയിൽ നടക്കും. ആഘോഷ പരിപാടികൾ സംസ്ഥാന വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്യും. ഡിസ്നി ഇന്ത്യ കൺട്രി റെപ്രസെന്റേറ്റീവും സ്ട്രാറ്റജിക് അഡ്വൈസറുമായ കെ മാധവൻ ചടങ്ങിൽ മുഖ്യാതിഥിയാകും. കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ കീഴിൽ 2007-ലാണ് കേരള കമ്മ്യൂണിക്കേറ്റേഴ്സ് കേബിൾ ലിമിറ്റഡ് എന്ന കമ്പനിക്ക് രൂപം നൽകിയത്. പിന്നീട് ഡിജിറ്റൽ കേബിൾ ടി വി സർവീസുമായി KCCL പ്രവർത്തനം വിപുലീകരിച്ചു. വൻകിട കമ്പനികളിൽ നിന്നുള്ള കടുത്ത മത്സരവും വെല്ലുവിളികളും അതിജീവിച്ചുകൊണ്ട് രാജ്യത്ത് ഏറ്റവും ആദ്യം ഡിജിറ്റൽ കേബിൾ ടി വിയിലേക്കുള്ള പരിവർത്തനം പൂർത്തീകരിക്കാൻ KCCLന് സാധിച്ചു. പിന്നീട് ടെലികോം രംഗത്തെ രാജ്യത്തെ ഭീമന്മാർക്കെതിരെ മത്സരിച്ച് കേരളത്തിലെ ഏറ്റവും വലിയ ഇന്റർനെറ്റ് സേവനദാതാവായി കേരള വിഷൻ വളർന്നു. 1000 കോടി രൂപയുടെ വിറ്റുവരവ് നേട്ടം കൈവരിക്കുന്നതിനു വേണ്ടി സഹകരിച്ചവർക്കുള്ള അനുമോദനവും പുതിയ പദ്ധതികളുടെ പ്രഖ്യാപനവുമാണ് ഗ്രാൻഡ് 1000 എന്ന് ഭാരവാഹികൾ അറിയിച്ചു. ആഘോഷ പരിപാടിയിൽ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖരും പങ്കെടുക്കും. COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ, COA ജനറൽ സെക്രട്ടറി സുരേഷ് PB, KCCL ആൻഡ് KVBL ചെയർമാൻ K ഗോവിന്ദൻ, മാനേജിംഗ് ഡയറക്ടർ സുരേഷ് കുമാർ PP, കേരള വിഷൻ ഡയറക്ടർ രജനീഷ് PS എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കേരള വിഷൻ എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, അപ്പോൾ അത് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കമ്പനികളാണ്. പ്രധാനമായിട്ടും KCCL എന്ന് പറയുന്ന കമ്പനി, അത് കേരളത്തിലെ ഡിജിറ്റൽ കേബിൾ ടി വി മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനിയാണെന്ന് നിങ്ങൾക്കറിയാം. അതേപോലെ തന്നെ KVBL, കേരള വിഷൻ ബ്രോഡ്ബാൻഡ് ലിമിറ്റഡ്, അത് ബ്രോഡ്ബാൻഡ് മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനിയാണ്. ഈ രണ്ട് കമ്പനികളും കേരളത്തിലെ കണക്ടിവിറ്റിയുടെ കാര്യത്തിൽ, കൺസ്യൂമേഴ്സിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന കമ്പനികളാണ്. ഇന്ത്യയിൽ MSO എന്നുള്ള നിലയ്ക്ക് കേബിൾ ടി വി കണക്ടിവിറ്റിയുടെ കാര്യത്തിൽ 4-ാം സ്ഥാനത്തും, ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റിയുടെ കാര്യത്തിൽ 6-ാം സ്ഥാനത്തുമാണെന്ന് ഈ രണ്ട് കമ്പനികളുള്ളത്. ഈ രണ്ട് കമ്പനികളുടെയും ടേൺ ഓവർ കഴിഞ്ഞ സാമ്പത്തിക വർഷം 2024-25 വർഷത്തിലെ ഫിനാൻഷ്യൽ ഇയറിൽ 1000 കോടി എന്ന ആ ഒരു വലിയ ലക്ഷ്യം കവർ ചെയ്തു. അപ്പോൾ ഇത് കേവലം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾക്കോ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾക്കോ മാത്രമല്ല, കേരളത്തിലെ വ്യവസായ മേഖലയ്ക്കാകെ പ്രതീക്ഷയും ഉണർവും നൽകുന്ന ഒരു നേട്ടമെന്നുള്ള നിലയ്ക്ക് ഇതിൻ്റെ ഒരു വിജയത്തിൻ്റെ ആഘോഷ പരിപാടിയും, അതോടൊപ്പം തന്നെ ഞങ്ങളുടെ പുതിയ ബിസിനസ് മേഖലയിലേക്കുള്ള കടന്നുവരവിനെ എൻ്റെ അനൗൺസ്മെൻറ്റ് ഈ വരുന്ന 28-ാം തീയതി നാളെ വൈകുന്നേരം 5 മണിക്ക് കൊച്ചി താജ് വിവാന്തിയിൽ വെച്ച് നടക്കുകയാണ്. അതിൽ കേരളത്തിൻ്റെ വ്യവസായിക വകുപ്പ് മന്ത്രി പി രാജീവാണ് ആഘോഷ പരിപാടികളും അതുപോലെ ന്യൂ ബിസിനസ് ലോഞ്ചിൻ്റെയും അനൗൺസ്മെൻറ്റും നടത്തുന്നത്. അതേപോലെ തന്നെ അതിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നത് കൺട്രി സ്ട്രാറ്റജി അഡ്വൈസർ കൂടിയായിട്ടുള്ള ഡിസ്നിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഡിസ്നിയുടെ ഇന്ത്യ ഹെഡായി കൺട്രി മാനേജറായിട്ട് പ്രവർത്തിച്ചിരുന്ന ഏഷ്യാനെറ്റിൻ്റെ മുൻ MD കൂടിയൊക്കെ ആയിട്ടുണ്ടായിരുന്നുള്ള ശ്രീ K മാധവൻ അവറുകളാണ്. അദ്ദേഹം ഒരു മലയാളി എന്നുള്ള നിലയ്ക്ക് രാജ്യത്തെ ഏറ്റവും വലിയ ബ്രോഡ്കാസ്റ്റിംഗ് സ്ഥാപനങ്ങളുടെ തലവനായ ആദ്യത്തെ മലയാളിയാണ്. അത് കേരളത്തിലെ തന്നെ പ്രമുഖ ചാനലിൻ്റെ മാനേജിംഗ് ഡയറക്ടറായി വർഷങ്ങളോളം പ്രവർത്തിച്ച ആളാണ്. അദ്ദേഹം കുറേ നാളുകൾക്ക് ശേഷമാണ് കേരളത്തിലേക്ക് ഒരു പ്രധാന പരിപാടിയുടെ ഭാഗമായി വരുന്നത്. അതിഥികളായി ചടങ്ങിൽ പങ്കെടുക്കുന്നത് ഹൈബീഡൻ MP. അപ്പോൾ നിങ്ങൾക്കറിയാം, അദ്ദേഹം ഇന്നലെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ലഹരിക്കെതിരെയുള്ള ഒരു ക്യാമ്പയിൻ പൃഥ്വിരാജ് ഇന്നലെ ഉദ്ഘാടനം ചെയ്തു. അതേപോലെ തന്നെ ലഹരിക്കെതിരെ കേരള വിഷനും ഒരു വലിയ ക്യാമ്പയിനുമായി കടന്നു വരിക. കേരളത്തിൽ ഇത്രയധികം വീടുകളിലേക്ക് കണക്ടിവിറ്റി എത്തിക്കുന്ന, ഇത്രയധികം ആളുകളുമായി ബന്ധപ്പെടുന്ന സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് ആ ഉത്തരവാദിത്വം കേരള വിഷനോട് ഏറ്റെടുക്കുന്നതിൻ്റെ ഭാഗമായി അതിൻ്റെ ഒരു
വീഡിയോ ലോഞ്ചും നടക്കും. അത് ഹൈബീഡനാണ് നിർവഹിക്കുക. അങ്ങനെ ഉദ്ഘാടന വേദിയിൽ ഒട്ടനവധി വിവിധ മേഖലകളെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള വിശിഷ്ട അതിഥികളുടെ സാന്നിധ്യത്തോടൊപ്പം കേരളത്തിലെ മുഴുവൻ മാധ്യമ മേഖലകളിലെയും മേധാവിമാർ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അവരെല്ലാം ഞങ്ങളുടെ വിശിഷ്ട അതിഥികളാണ്. അങ്ങനെ എല്ലാ അർത്ഥം കൊണ്ടും കേരളത്തിലെ മാധ്യമ മേഖലയുടെ ഒരു കൂടിച്ചേരലാവും നാളെ നടക്കുന്നത് താജ് ബാൻഡിൽ വെച്ച്. ഇത്ര വലിയൊരു ചേഞ്ച് ഉണ്ടാക്കാൻ ഏതൊരു ബിസിനസ് മേഖലയിലും ഇതുപോലുള്ള കൂട്ടായ്മകൾക്ക്, ഇതുപോലുള്ള കൺസോൾട്ടേറ്റഡ് ആയിട്ടുള്ള ഫോർമാറ്റുകൾക്ക് ഒരു ബിസിനസ് സ്ട്രാറ്റജി ഉണ്ടാക്കി ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു ഉത്തമ ഉദാഹരണമാണ് കേരള വിഷന്റെ ഈ ഇടപെടൽ. ഈ 1000 കോടി എന്നുള്ളത് ഒരു വലിയ ചുവടുവെപ്പാണ്. ഈ കേരളത്തിൻ്റെ അതിർത്തികൾ ബ്രേക്ക് ചെയ്ത് ദേശീയ തലത്തിലേക്ക് വ്യാപിക്കുകയാണ്. മറ്റ് പല സംസ്ഥാനങ്ങളിലും ഇതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറേ കൂടി വ്യാപകമായ ഒരു ദേശീയ തലത്തിലുള്ള പ്ലാറ്റ്ഫോമിലേക്ക് കേരള വിഷൻ മാറുകയാണ് എന്നുള്ളത് കൂടി ഈ ഒരു അവസരത്തിൽ പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ടതുണ്ട്. ലോക്കൽ കേബിൾ ഓപ്പറേറ്റർ അല്ലെങ്കിൽ ലാസ്റ്റ് മൈൽ ഓപ്പറേറ്റർമാരുടെ ഒരു കൂട്ടായ്മ, 6000 ഓപ്പറേറ്റർമാരുടെ കൂട്ടായ്മയാണ് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും കേരള വിഷനും. അപ്പോൾ തീർച്ചയായിട്ടും കേരള വിഷനെ സംബന്ധിച്ച് ഇന്ത്യക്കകത്ത് ഇന്ന് ഡിജിറ്റൽ രംഗത്ത് 4ാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ പോലും കേരളത്തിനകത്ത് നമുക്കറിയാം ഇന്ന് ഡിജിറ്റൽ കേബിൾ TV കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇന്ന് OTT IPTV സേവന രംഗത്തേക്കും അതിൻ്റെ ഡിപ്പെൻഡൻസിയിലാണ് നമ്മൾ പോകുന്നത്. നല്ല ആരും TV എന്ന് പറയുന്ന മാധ്യമം ഒരു ഡിജിറ്റൽ ലീനിയർ TV ആയിട്ട് കാണാൻ ആരും ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അതിനുള്ള സെഗ്മെന്റ് നമ്മൾ ഒരു 6 മാസം മുമ്പ് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതുപോലെ തന്നെ വേദികളിൽ സംബന്ധിച്ചിട്ടുള്ളതാണ്. കീ എന്ന് പറയുന്ന ഒരു അഗ്രിഗേറ്റഡ് ആപ്പും കൂടി നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിൽ OTT പ്ലസ് IPTV പ്ലസ് ലോക്കൽ കണ്ടന്റ്, പ്രത്യേകിച്ച് കേരളത്തിലുള്ള പ്രാദേശിക ചാനലിന്റെ കണ്ടന്റുകളും കൂടി ഗ്ലോബലൈസ് ചെയ്യാനുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളും പാരലായിട്ട് നടക്കുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. 2 ഗ്രാം മുതൽ പാദസരങ്ങൾ, വളകൾ, 1/2 ഗ്രാം മുതൽ സ്റ്റഡുകൾ, 2000 രൂപ മുതൽ റിങ്ങുകൾ, 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ, 9000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ, 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,